നമസ്കാരം. ധനു സ്പേസ് ഡിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 92/25 അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് 12th എക്സാമിന്റെ ചോദ്യപേപ്പർ. കൂടെ ഡിഗ്രി പ്രിലിംസിന്റെ SIF പോലീസിന്റെ ചോദ്യപേപ്പറും ഒപ്പമുണ്ട്. ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉമാണ്. 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി തൃപ്പടിദാനം നടത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത്, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ചൈനീസ് വിപ്ലവം ബന്ധപ്പെട്ട സംഭവം ഏതാണ്? കറുപ്പ് യുദ്ധം. പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യ ചൈനയാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. MD വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ്? MD വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതിയാണ് പത്മവിഭൂഷൺ. MD വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ എന്ന ബഹുമതിയാണ് മരണാനന്തരം ലഭിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം 4ഉം ശരിയാണ്. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരുന്നത്. നോർവേക്കാരനായ ട്രിഗ്വലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം നിലവിൽ വന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഒന്നുകൂടി, 1945 ഒക്ടോബർ 24 നിലവിൽ വന്നു ഐക്യരാഷ്ട്ര സംഘടന. നോർവേക്കാരനായ ട്രിഗ്വലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. 1857 നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശരിയല്ലാത്ത പ്രസ്താവന. ശരികൾ നോക്കാം. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ടത്: 1. മാംഗൽ പാണ്ഡെ ആയിരുന്നു ആദ്യ രക്തസാക്ഷി. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടെടുത്തു. ഇവയൊക്കെ ശരിയായ പ്രസ്താവനകളാണ്. ഇവയൊക്കെ ശരിയായ പ്രസ്താവനകളായിരുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ക്രമമായ താപനഷ്ട നിരക്കാണ്. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ട നിരക്ക്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? വാവുവേലി. സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? സുബൻസിരി നദി ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം ഏതാണ്? കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ജൈവമണ്ഡല കേന്ദ്രമാണ് നീലഗിരി. തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേര് എന്താണ്? സിറസ് മേഘങ്ങൾ. തൂവൽ രൂപത്തിൽ സിറസ് മേഘങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ്. താഴെ തന്നിരിക്കുന്ന രക്തങ്ങളിൽ നിന്ന്
മധ്യാംഗം കണക്കാക്കുക. ആൻസർ 32. മാത്സിന്റെ ഭാഗം. നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ആൻസർ 1, 3, 4 ഹരിത വിപ്ലവത്തിന്റെ കുട പദ്ധതി, കൃഷോന്നതി യോജനയുടെ കുട പദ്ധതി ഏതൊക്കെ ഉൾപ്പെടുന്നത്? മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ NFSM, MIDH, NMSA, NFSM. മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ഹരിത വിപ്ലവമാണ്. ഇന്റഗ്രേറ്റഡ് ഹോർട്ടിക്കൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ഇതെല്ലാമാണ് കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ വരിക. ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ, സെക്യൂരിറ്റി മിഷൻ, ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ഇതെല്ലാം കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ, ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യം. 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറഞ്ഞതിൽ ശരി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ. താഴെ തന്നിരിക്കുന്ന RBIയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏതാണ്? ബാങ്ക് നിരക്ക് 5.25%. ഇത് ആ ടെക്സ്റ്റിലുള്ള NCERT ടെക്സ്റ്റിലുള്ള കണ്ടന്റ് ആണത് വരിക. 2023 ഒക്ടോബർ പ്രകാരം ബാങ്ക് നിരക്ക് 5.2 എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് വൺ, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേര് അപ്നി മാണ്ടി. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് മാർക്കറ്റിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരാണ് അപ്നി മാണ്ടി. അപ്പനി മാണ്ടി, ഹിന്ദി അപ്പനി മാണ്ടി, പഞ്ചാബ് അപ്പനി മാണ്ടി, അപ്പനി സ്വന്തം. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? അനുച്ഛേദം 32. ഹൃദയവും ആത്മാവും, ആത്മാവ് 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതി പ്രകാരമാണ്. മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതി പ്രകാരം. രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാം ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. രാജ്യസഭയിൽ 250 അംഗങ്ങളുണ്ട്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? രാഷ്ട്രപതിക്ക്. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം രാഷ്ട്രപതിക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. പ്രാദേശിക ഗവൺമെന്റുകൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നു. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം രാഷ്ട്രപതിക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നും സ്വീകരിച്ചതാണ്? എവിടെ നിന്നുമാണ് കടമെടുത്തത്? ഐറിഷ് ഭരണഘടന. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ
തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ചെനാബ് പാലം. സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ്. പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ. ഇന്ത്യൻ വുമൺസ് ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശ ശോഭന. എംഫിസിമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്? എംഫിസിമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗം? ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രോഗമാണ് എംഫിസിമ എന്ന് പറയുന്നത്. എംഫിസിമ ജീവിതശൈലി രോഗം. പുകവലി മൂലം ഉണ്ടാകുന്ന അസുഖമാണെന്ത്? എംഫിസിമ. ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. രാത്രിയും പകലും തിരിച്ചറിയാൻ കഴിയുന്നതും മെലാറ്റോണിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ഓക്കെ. ഗ്രന്ഥി അപ്പോ ഏതാണത്? പീനിയൽ ഗ്രന്ഥിയാണത്. പീനിയൽ ഗ്രന്ഥിയാണ് മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അല്ലെങ്കിൽ ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. അടുത്തത്, തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? അയോഡിൻ. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ധാതു ഏതാണ്? അയോഡിൻ ആണ്. അയോഡിന്റെ കുറവ് മൂലമാണ് എന്തുണ്ടാവുക? തൊണ്ടമുഴയും ഉണ്ടാവുക. അയോഡിൻ കുറയുമ്പോൾ തൈറോക്സിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കാതെ വരികയും അങ്ങനെ തൈറോയ്ഡ് ഗ്ലാൻഡ് വീർത്ത് വലുതായി തൊണ്ടമുഴ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇനി രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതൊക്കെയാണ്? ഇവിടെ തെറ്റായ ജോഡിയല്ല, എല്ലാം ശരിയായ ജോഡികളാണ്. ഓക്കെ. തെറ്റായ ആൻസർ അങ്ങനെയില്ല, എല്ലാം ശരിയായ ജോഡികൾ. പ്രൊട്ടോസോവ മലമ്പനിയാണ് അല്ലെ. പ്രൊട്ടോസോവ മലമ്പനി ഉണ്ടാക്കുന്നു. പ്ലാസ്മോഡിയം വൈവാക്സ്. ബാക്ടീരിയ ക്ഷയം. ട്യൂബർക്കിൾ ബാസിലസ് എന്ന ബാക്ടീരിയ. വൈറസ് ന്യൂമോണിയ എന്ന് പറയുമ്പോൾ അവിടെ ഡിലീറ്റ് ചെയ്യാൻ കാര്യം, ന്യൂമോണിയ ഉണ്ടാകുന്നത് ബാക്ടീരിയ വൈറസും ഫംഗസ് വഴി ഉണ്ടാകും. ബാക്ടീരിയ വഴി ഉണ്ടാകും. ഫസ്റ്റ് ടൈം ബാക്ടീരിയ വഴിയാണ്. സെക്കൻഡ് ഇൻഫ്ലുവൻസ വൈറസ് വഴി ഇൻഫ്ലുവൻസ വൈറസ് വഴിയും ന്യൂമോണിയ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കപ്പെട്ടത്. അപ്പം ന്യൂമോണിയ എന്ന് പറയുന്ന 3 പേര്, ബാക്ടീരിയയും ഉണ്ട്, വൈറസും ഉണ്ട്, ഫംഗസും ഉണ്ട്. ഫസ്റ്റ് ബാധിക്കുക ബാക്ടീരിയ വഴിയാണ്. സെക്കൻഡ് ഇൻഫ്ലുവൻസ വൈറസ് പോലുള്ളത് വഴിയും നമുക്ക് ന്യൂമോണിയ ബാധിക്കാം. ഓക്കെ. ഫംഗസ് എന്ന് പറയുമ്പോൾ എപ്പോഴും വട്ടച്ചൊറി പരത്തുന്നത്, ചൊറി പരത്തുന്നത് ഫംഗസ് ആണ്. നെക്സ്റ്റ്, ഓസോൺ പാളിയെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ്. ക്ലോറോ കാർബണുകൾ CFCS ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പെല്ലാഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? പെല്ലാഗ്ര ജീവകം B3 നിയാസിൻ അല്ലെ. B1 എന്ന് പറയുമ്പോൾ അതിന്റെ അഭാവത്തിലുണ്ടാകുന്ന അസുഖം ഏതാണ്? B1 എന്ന് പറയുമ്പോൾ അതിന്റെ അസുഖം ബെറിബെറിയാണ്. B2 എന്ന് പറയുമ്പോൾ റൈബോഫ്ലവിൻ ആണ് അല്ലെ. പാലിലൊക്കെയാണ് റൈബോഫ്ലവിൻ കാണപ്പെടുക. ഇനി ഒരു ലെൻസിന്റെ പവർ +2.5D ആണ്. ഇത് ഏത് ലെൻസ് ആണ്? ഇതിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ആൻസർ കോൺവെക്സ് ലെൻസ് 40 സെന്റിമീറ്റർ. നെക്സ്റ്റ് വൺ,
താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ വരിക? സ്റ്റീലിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ. പ്രതലബലം എസും ആരം 6ഉം ഉള്ള ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം എത്രയാണ്? 4s/r. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിലിറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രനിലിറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ 1ഉം 3ഉമാണ്. ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം ശരിയായ പ്രസ്താവന എന്തൊക്കെയാണ്? 1, NH4Cl അമോണിയം ക്ലോറൈഡ് ജലീയ ലായനിയുടെ pH മൂല്യം 7 കുറവാണ്. പിന്നെന്നുള്ളത് CH3COO ജലീയ ലായനിയുടെ pH മൂല്യം 7 കൂടുതലാണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കാൽസ്യം കാർബണേറ്റ് ഗീവ്സ് കാൽസ്യം ഓക്സൈഡ് പ്ലസ് CO2. റിഡോക്സ് പ്രവർത്തനം അതാണ്, റിഡോക്സ് പ്രവർത്തനം. നെക്സ്റ്റ് വൺ, കോളം 1 മൂലകങ്ങളെ കോളം 2 മൂലകങ്ങളുമായി ചേർത്ത് പോളിംഗ് സ്കെയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ബന്ധപ്പെടുത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ബോറോൺ, അതിൻ്റെ എത്രയാണ് വരിക? ബോറോണ്ടത് 2, നെഗറ്റിവിറ്റി 2 ആണ്. അല്ലെ, കാർബണിൻ്റെത് 2.5, നൈട്രജൻ്റെത് 3 ആണ്, ബെറിലിയം 1.5. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നോക്കി പഠിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ, 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏതാണ്? എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം. 1847 ഹർമൻ ഗുണ്ടർട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു. മലയാളത്തിൽ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹർമൻ ഗുണ്ടർട്ട് 1847 ആരംഭിച്ചു. ഇത് 92/2025 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. തൊട്ട് മുന്നില്ല 3/26 നടന്ന ആ എക്സാമിന് ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അല്ലെ, ഈ ഒരു ചോദ്യം ഇതുപോലെ അല്ലെങ്കിൽ മാറിയൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്താവന വരുന്നതിൻ്റെ ഫാക്ട്സുകൾ പഠിച്ചു വെക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ആൻസർ. താഴെ തന്നിരിക്കുന്നവരിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. 1ഉം 2ഉം തെറ്റായ പ്രസ്താവനയാണ്. തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 3ഉം ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ, 2ഉം 3ഉം. മൂന്നാമത്തേത് നോക്കിക്കോളൂ. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒരു മാത്സ് ഉള്ളതുകൊണ്ടാണ് വന്നേക്കുന്നത്. അതിന്റെ ആൻസർ 92. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 2ഉം 3ഉം ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് ഭാരതീയ ന്യായ സംഹിത BNS നിലവിൽ വന്ന വർഷം ഏതാണ്? ഭാരതീയ ന്യായ സംഹിത BNS നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 2024 ആണ്. 2024 BNS നിലവിൽ വന്നത് 2024. BNS എന്ന് പറയുമ്പോൾ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ BH, ഭാരതീയ ന്യായ ന്യായ സംഹിത. ഓക്കെ, അടുത്തത് ഒഫൻസ് കുറ്റം എന്നതിന്റെ BNS അനുസരിച്ചുള്ള അർത്ഥം എന്താണ്?
വ്യക്തിയുടെ നിയമവിരുദ്ധ പ്രവൃത്തി. BNS പ്രകാരം ട്രൈഫിൾസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നിസ്സാരമായ, ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവൃത്തികൾ. BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി ഏതാണ്? നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനം. ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത പ്രകാരം സമൻസ് അയക്കുവാൻ അധികാരമുള്ളത് ആർക്കാണ്? കോടതികൾക്ക്. സമൻസ് അയക്കാൻ കോടതികൾക്കാണ് അധികാരം. BNSS വകുപ്പുകൾ 168 to 172 പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക. BNSS പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ? ഉടൻ തന്നെ. ഭാരതീയ സാക്ഷ്യ അധിനിയം BSA പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിക്കുന്നത് ഏത് വകുപ്പിലാണ്? എവിഡൻസ്, തെളിവ്, സെക്ഷൻ 2 സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം എന്താണ്? ചീഫ് ക്രോസ് റീ. കേരള പോലീസ് ആക്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ 29. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം 29. കേരള പോലീസ് ആക്ട് 98 വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ജില്ലാ പോലീസ് മേധാവി. സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ജില്ലാ പോലീസ് മേധാവി. കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിന് ഉള്ള പരമാവധി ശിക്ഷ എത്രയാണ്? 3 വർഷം തടവ്. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക? ആൻസർ: പൊതുവിവര ഓഫീസർ അത് പൊതു താല്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ. അടുത്തത് IT ആക്ട് സെക്ഷൻ 66F ഏത് സാഹചര്യത്തിലാണ് ചുമത്തുക? 66F. അത് ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് 66F. IT ആക്ട് 66F പ്രകാരം ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുക. അടുത്തത്: ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കുന്നു. RTI നിയമത്തിലെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധിക്കുക? പബ്ലിക് ഓഫീസർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും. ഏത് വകുപ്പ് പ്രകാരം? വകുപ്പ് 81I. IT ആക്ട് 2067B വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ. IT ആക്ട് 2067B കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ. NDPS നിയമപ്രകാരം ഇംഗ്ലീഷ് എഴുതി നോക്കുക. NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തന്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും? ആൻസർ: മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ്. ഒരു വ്യക്തി മനഃപൂർവ്വം തന്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ, അവിടെയല്ല പക്ഷെ അനുവദിച്ചാൽ എന്ത് പറ്റുന്നു? അവർക്ക് മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ കൊടുത്തതിന് വേണ്ടി അവരെ വകുപ്പ് 25 പ്രകാരം അവർ കുറ്റം അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. വകുപ്പ് 25 അവർക്ക് വരിക. അവരുടെ അല്ലെങ്കിൽ പോലും അവർ അവിടെ വെക്കാൻ അനുവദിച്ചത് കൊണ്ട് വകുപ്പ് 25 അവർ മേൽ ചുമത്താൻ സാധിക്കുന്നു. NDPS. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് NDPS ആക്ടിന്റെ വകുപ്പ് 31A ചുമത്താൻ സാധ്യതയുള്ളത്? ആൻസർ: നിരോധിത വസ്തു കഴിക്കാൻ ശ്രമിച്ചു. NDPS എന്ന് പറയുമ്പോൾ എപ്പോഴും മയക്കുമരുന്നാണ്, അത് നിരോധിത വസ്തുവാണ്. വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം
താഴെ പറയുന്നവയിൽ ഏതാണ് നുഴഞ്ഞുകയറ്റ ലൈംഗികാതിക്രമമായി കണക്കാക്കുന്നത്? നുഴഞ്ഞുകയറ്റ ലൈംഗികാതിക്രമം. ആൻസർ, ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തു തിരികെ വെക്കൽ. വകുപ്പ് 3 പോക്സോ ആക്ട്. പോക്സോ നിയമത്തിലെ വകുപ്പ് 22 പ്രകാരം തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ, ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല. വകുപ്പ് 22 പ്രകാരം ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതിക്ക് ആ കുട്ടിയെ ശിക്ഷിക്കുന്നതല്ല. കുട്ടി എന്നതാണ് അവിടുത്തെ പ്രധാന പോയിന്റ്. സോമൻ, വിധു, ഇന്ദു ഇവ ഏതിന്റെ പര്യായ പദങ്ങളാണ്? മലയാളം വന്നു. ആൻസർ, ചന്ദ്രൻ. തെറ്റായ പദം ഏതാണ്? വൃശ്ചികം എന്നുള്ളതാണ്. നാഗ് എന്നതിന്റെ വിപരീത പദം എന്താണ്? നരകം. ചെയ്യേണ്ടത് ചെയ്തു എന്നർത്ഥം വരുന്നതാണ് കൃതകൃത്യ. ശരിയായ വാക്യം ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. നിധ്വാനം, അതിന്റെ അർത്ഥം ശബ്ദം. നിധ്വാനം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. എരുതിയിൽ എണ്ണയൊഴിക്കുക എന്നതിന്റെ ഉചിതമായ പരിഭാഷ എന്താണ്? ടു ആഡ് ഫ്യൂവൽ ടു ദി ഫയർ. എരുതിയിൽ എണ്ണയൊഴിക്കുക. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏതാണ്? പെങ്ങളാണ് ബഹുവചനം അല്ലാത്തത്. ജഗൻ മനസ് പിരിച്ചെഴുതുക. ജഗത് പ്ലസ് മനസ്. ആലത്തൂർ കാക്ക എന്ന ശരിയുടെ അർത്ഥം എന്താണ്? ആശിച്ച് കാലം കഴിക്കുന്നവൻ. അല്ലെ, ഇങ്ങനെ പെണ്ണ് കെട്ടാതിരിക്കുമ്പോ പറയുമ്പോ അല്ലെ, എന്തിനെങ്കിലും ഓർത്തിട്ടിരിക്കുമ്പോൾ പറയുന്ന ആലത്തൂർ കാക്ക. PSC കിട്ടാത്ത എത്രയോ പേര് അല്ലെ, അവർക്കത് എത്രയോ ലക്ഷങ്ങൾ. എത്ര ലിസ്റ്റിൽ വന്നാലും അങ്ങനെയില്ല, ആലത്തൂർ കാക്ക ചെയ്യാൻ പറ്റും. ലിസ്റ്റിൽ വന്നു, പക്ഷെ കിട്ടാൻ ആശിച്ച് കാലം കഴിക്കും. ആലത്തൂർ കാക്ക ആവാതിരിക്കുന്നത് നന്നായി പഠിക്കുക. ഒരിക്കലും ആവില്ല, നന്നായി പഠിക്കുക. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ആൻസർ ഓപ്ഷൻ ബി, കൺസെൻസസ്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് കാക്ടസ്. ഇതിന്റെ ആൻസർ അവിടെ ഇല്ല. കാക്ടസ്, ശരി, കാക്ടസ് തന്നെയാണ്. നെക്സ്റ്റ് വൺ, fill in the blank with the appropriate article. I need a new laptop for my work. Choose the correct form of the verb. Complete the sentence. Neither the team nor the coach is satisfied with the result. Singular. Convert the following sentence into passive voice. My mother prepared a delicious meal. Passive voice ആക്കുമ്പോൾ delicious meal മുതൽ തുടങ്ങണം. Delicious meal was prepared by my mother. Simple ആയ ഒരു സാധനമാണ്. Choose the correct option to complete the sentence. She performed dash in the dance competition. She performed well in the dance competition. Identify the antonym of the word benevolent. Benevolent. അത് previous question ആണ്. What does ATM commonly refer to in banking? Automated teller machine. Which of the following is a synonym for voracious? Insatiable. Answer. Which sentence is grammatically correct? അവിടെ ഓപ്ഷൻ ബി ആൻസർ. She doesn't like pizza. അടുത്ത 57.25 ആണ്. അത് ഗ്രാജുവേറ്റ് പ്രിലിംസ് എക്സാം SIF പോലീസിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോക്കാം. 57 56 ആണ്. സോറി ഫോർ ദാറ്റ്. 56 ആണ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ. നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3, 4 ശീതയുദ്ധവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത്, മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒന്നും ശരിയല്ല എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 3, താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് അല്ലാമത്തത്. ഓപ്ഷൻ സി ആണ്.
നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ? മുകളിൽ പറഞ്ഞ എല്ലാവരും, ആൻസർ ഓപ്ഷൻ ഡി, എല്ലാവരും പ്രധാന നേതാക്കളാണ്. വൈക്കം, ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം എന്നുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. 1. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക. രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക. മനുഷ്യ അവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഇനി പറഞ്ഞ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. ഓക്കെ. നെക്സ്റ്റ് വൺ, 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത് എന്താണ്? എന്താണ് ഉണ്ടായത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാരം അല്ലെങ്കിൽ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. ഇത് 1857 കലാപത്തിന് ശേഷം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വന്ന പോയിന്റ്സ് ആണ്. ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്. 1, 2, 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കും താഴെ പറഞ്ഞതിൽ ഏതാണ്? പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയും മനുഷ്യ പ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം. എന്താ അഭിപ്രായം പറ്റും? ഇത് കാലാവസ്ഥ ഗേറ്റ് വേ ആയി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ആൻസർ, ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ദേശീയ വരുമാനം ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം, അറ്റ ദേശീയ ഉൽപാദനം. നെക്സ്റ്റ്, ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഘടാവോ ലക്ഷ്യമിട്ടത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5ാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഘടാവോ. അടുത്തത്, എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. കൂടാതെ ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ്. അതായത് അഴിമതി അതുപോലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും വിവരങ്ങൾ കൊടുക്കേണ്ടതാണ്. ആൻസർ ഓപ്ഷൻ ബി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? ആൻസർ ഓൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ഡി ആണ്. ആയിരത്തി 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം നിയമമാണ് കൂറുമാറ്റം. 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4 Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? 1ഉം 2ഉം 3ഉം 4. അതായത് ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും 4 Ps ആണ്. ഉദ്ദേശം, പ്രക്രിയ,
വ്യക്തികളും സ്ഥലവുമാണ് 4 Ps. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. 73-ാം ഭേദഗതി നിയമപ്രകാരം നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. 73-ാം ഭേദഗതി നിയമം ബാധകമല്ലാത്ത സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4. നാഗാലാൻഡ്, മിസോറം, മേഘാലയ. 73-ാം ഭേദഗതി അവർക്ക് വേണ്ട. പഞ്ചായത്ത് രാജ് ഒക്കെ വരുന്നില്ല. നാഗാലാൻഡ്, മിസോറം, മേഘാലയ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തതെന്നാണ്? നവംബർ 26, 1949, ജനുവരി 26, 1950 അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തതാണ് ചോദിച്ചേക്കുന്നത്. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ആർട്ടിക്കിൾ 356. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ അറിയപ്പെടുന്ന ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്തായിരുന്നു? ഇവിടെ 42-ാം ഭേദഗതി എന്നുള്ള ആൻസർ കിട്ടുമായിരുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണേത് 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അൺടച്ചബിലിറ്റി. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെ താൻ. കുമാരനാശന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ദുരവസ്ഥ. ഏതനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? പടയണി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം, വൈകുണ്ഠസ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏതാണ്? നിർമാല്യം. PJ ആന്റണിയുടെ നിർമാല്യം. അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏതാണ്? സമുദ്രശില. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കൊടുങ്ങല്ലൂർ. ഭയകൗടില്യ ലോഭങ്ങൾ അവർക്കുമില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം? സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം ഏതാണ്? 1920. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. ബംഗ്ലാദേശിന്റെ ദേശീയ കളി ഏതാണ്? കബഡി. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതൊക്കെയാണ്? മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. സ്പ്രെഡ്ഷീറ്റ് എല്ലാം സ്പ്രെഡ്ഷീറ്റുകളാണ്. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? 1, 2, 3. മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം. ഓൺലൈൻ ഹറാസ്മെന്റ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സൈബർ ബുള്ളിംഗ്. ലാൻ വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ 1, 2. ഓപ്ഷൻ എ ആൻസർ. ലാൻ വാൻ-നേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. വാൻ ലാനിനേക്കാൾ. ലാന് വാനിനേക്കാൾ വേഗതയുണ്ട്. വാനാണപ്പോ നല്ലതെന്ന് മനസ്സുറപ്പിക്കുക. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി. 1, 3, 5 എന്നിവ ശരിയാണ്. 1, 3, 5 എല്ലാ വർഷവും ഓഗസ്റ്റ് 23-ന് ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നു. പിന്നെ ഇത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. 23 ബഹിരാകാശ ദിനം. ഓർത്തു വെച്ചേക്കുക. ഏത് 23? ഓഗസ്റ്റ് 23. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=G(m1m2)r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു. ഇത് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു.
ഇത് ജി ആൻഡ് ആറിന്റെ യഥാക്രമം എന്തായിരിക്കും? ന്യൂട്ടോണിയൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. അടുത്തത് ഇംഗ്ലീഷ്. ഡാഷ് സപ്പോസ്ഡ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. രണ്ടും മൂന്നും ഇവിടെ ആൻസറായി വരുന്നുണ്ട്. അതായത് ആറിൻ്റെയും ആമിൻ്റെയും അല്ലെ ക്വസ്റ്റ്യൻ ടാഗ്. നെക്സ്റ്റ്, സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റിഫ്രൈൻ dash bad company. Refrain from bad company. A few workers participated in the strike, didn't they? Participated. That form ആണ് didn't they. Where is the bus stand? Said the young man, changed into indirect speech. Young man പറയുന്നതാണ് ഇപ്പോൾ. The young man wanted to know where the bus stand was. The singer performed, fill in the blanks ആണ്, melodiously at the concert for 2 hours. The singer performed melodiously at the concert for 2 hours. I expressed my strong desire to learn dash kayaking dash canoeing to know the differences. Both and ആണ് fill ചെയ്യുക. Learn both kayaking and canoeing രണ്ട് വാക്ക് തമ്മിൽ ജോയിൻ ചെയ്തത് both and. There are no less than 50 packets of noodles in the carton. Correct sentence. There are no less than പകരം no fewer than 50 packets of noodles. Next year I will have been playing guitar for 20 years. Are we not going to finish the lesson today? Past voiceലാക്കുമ്പോൾ is the lesson going to be finished by us today? Next year, his teacher tried to correct him by giving valuable advices. Correct ചെയ്യുമ്പോൾ his teacher tried to correct him by giving valuable advice. Advices അല്ല advice. Yesterday, Tim parked a restricted area and the police impounded his truck. Impounded. പിടിച്ചെടുത്തു. I was on cloud 9 when they rang up and informed that I had won a lottery. The correct idiom ചേർക്കാനായിരുന്നു അവിടെ. I was on cloud 9. ഞാൻ എന്ത് അവസ്ഥയാണത്. It was her first appearance in public as a performer in Bollywood movies. Give one word to the italics word. First appearance in public as a performer. അതിന്റെ one word ആണ് debut. Debut. The company celebrated accomplishment of all their goals. Underlined word in the antonym എഴുതാൻ. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ഫ്രൂട്ടിയോൺ. ഫ്രൂട്ടിയോ ഓപ്ഷൻ ബി ആണ് ഫ്രൂട്ടിയോ അക്കംപ്ലിഷ്മെന്റിന്റെ ഫ്രൂട്ടിയോ. നെക്സ്റ്റ് വൺ. The welter is suitable for sowing seeds. Similar words underlined. Synonym എഴുതാൻ. Suitable synonym continue. Choose the word that is spelled incorrectly. ഇൻകറക്റ്റ് സ്പെൽ ചെയ്തേക്കുന്നത് എന്റർപ്രണർ അല്ലെ. അത്രയും സ്പെല്ലിങ്സ് പഠിക്കുക. ബ്യൂറോക്രാറ്റ് ഒക്കെ പഠിച്ചു നോക്കുക. റെസ്പോൺസസ് സിൽ വോസ് പ്ലേറ്റ് മീൻസ്. റെസ്പോണ്ടസ് സിൽ വോസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആൻസർ പ്ലേസ് എന്നർത്ഥം. The thieves dashed the apartment. The thieves broke into the apartment. Antennas enable cockroaches. Antennas cockroachന്റെ antenna. The phenomenon of glowing seawater signifies changes in the marine environment. Phenomenon ആണോ അല്ലയോ ഏതാണ് അവിടെ ചോയ്സ് ചെയ്യുക. ഫിനോമിന ഓഫ് glowing sea പ്രതിഭാസം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷ ഏതാണ്? മാനക ഭാഷ. പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം പ്രേക്ഷക. താക്കോൽ എന്ന പദം താഴെ പ്ലസ് കോൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദരൂപം വിദ്യാർത്ഥി. ഓപ്ഷൻ ഡി. ശരിയായ വാക്യം ഓപ്ഷൻ ഡി തന്നെ. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത്
നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് മാരാർ. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളെ വേർതിരിക്കുമ്പോൾ പാർവതി ജാനി, പാർവതി ജായിയായിട്ടുള്ളവൻ, ഉള്ളവൻ, പാർവതി ജാനി, പാർവതി ജായിയായിട്ടുള്ളവൻ. സർപ്പന്യായം അർത്ഥം എന്താണ്? അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. പ്രാ പ്ലസ് മാൻ എന്ന ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം എന്താണ്? പ്രമാണം. പ്രാ പ്ലസ് മാനം പ്രമാണം. തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? കന്നിപ്പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുക. താങ്ക് യു. എല്ലാ കണ്ടന്റും കാണാൻ ശ്രമിക്കുക.